സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് ഷാളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാണ്. അങ്ങനെ ഇന്ന് പൂഞ്ഞാറിലെ അപ്പയും മോനും തമ്മിലുള്ള ചില പ്രസ്താവനകളൊന്ന് കേൾക്കാനിടയായി. അപ്പനും മോനും ഒന്ന് മനസ്സിലാക്കാത്തൊരു ചരിത്രമുണ്ട്. നിങ്ങൾക്കൊന്ന് ദീപിക പത്രത്തെക്കുറിച്ചോ ക്രിസ്തീയ മേലധ്യക്ഷന്മാരെക്കുറിച്ചോ പറയാനുള്ള റൈറ്റ്സ് നിങ്ങൾക്കുണ്ട്. പക്ഷേ എന്ത് വിടുവായത്തരവും വിളിച്ചു പറഞ്ഞാൽ അത് കേരള ജനങ്ങൾ കേൾക്കില്ല, അതിനെ പുച്ഛിച്ച് തള്ളും. നിങ്ങൾ ഈ കേരളത്തിലുള്ള മനുഷ്യർ ഏതെല്ലാം രീതിയിൽ വിഡിവേഷം കെട്ടിച്ചിട്ടുണ്ട്, എന്തൊക്കെ വിഡിത്തരം പറഞ്ഞിട്ടുണ്ട്, അതെല്ലാവർക്കും അറിയാം. അതാരും മറന്നിട്ടില്ല. അത് മറന്നില്ല എന്നതിൻ്റെ ഒരൊറ്റ പ്രധാന തെളിവാണ് ഇന്നലെ നടന്ന വോട്ടിംഗ് രീതികൾ. പണ്ടിവിടെ എന്തൊക്കെയായിരുന്നു കാറ്റുകൂടി, ഇപ്പോൾ പോന്ന് വരുന്നു പോകുന്നു. ഇപ്പോൾ കരിമണൽ കർത്തായും മന്ത്രിപുത്രിയും ഇപ്പോൾ അകത്താക്കും. എവിടെ? ഇതെല്ലാം ഉഡായിപ്പും തരികിടയാണെന്ന് എല്ലാ കേരളത്തിലുള്ള ഇപ്പോൾ എവിടെ പോയി ഇപ്പോൾ അതിനെപ്പറ്റി സംസാരിക്കില്ല, ഒന്നുമില്ല. കാരണം മോദിയും അമിത്ഷായും പിണറായിയും ഉള്ള ബന്ധം ഈ അപ്പനും മോനും നല്ലതുപോലെ അറിയെങ്കിലും ജനങ്ങളുടെ മുന്നിൽ എന്തോ ആണെന്ന് അറിയിക്കാൻ വേണ്ടി ഞാനിപ്പോൾ അവിടെ കേസ് കൊടുത്ത് ഇവിടെ കേസ് കൊടുത്ത് എന്തായിരുന്നു? വല്ലതും നടന്നോ? ഒന്നുമില്ല. അവസാനം എല്ലാം അങ്ങോട്ട് ചീറ്റിപ്പോയി. കാരണം കേജ്രിവാൾ നടത്തിയതിനേക്കാളും മോശമായ ഒത്തിരി പ്രവർത്തനങ്ങളാണ് ഇവിടെ മുഖ്യമന്ത്രി നടത്തിയത്. കേജ്രിവാൾ തിഹാർ ജയിലിൽ പോയി, ഇവിടെ മുഖ്യമന്ത്രിയുടെ ഇല്ല. കാരണം ഇവിടെ കോൺഗ്രസ് മുക്ത കേരളമാക്കാൻ വേണ്ടി കരാറെടുത്ത വിവരം ഈ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം, കേരളക്കാർക്കെല്ലാം അറിയാം. സുരേഷ് ഗോപി തൃശ്ശൂർ ജയിച്ചത് എങ്ങനെയാണെന്നും അറിയാം. കാരണം അമിത്ഷായും മോദിയും പറയുന്ന ഇവിടെ ചെയ്തില്ലെങ്കിൽ അപ്പൻ്റെ സ്ഥിതി എന്താകുമെന്ന് മോന് വ്യക്തമായിട്ടറിയാം. ഇപ്പോൾ അവസാനം അപ്പനും മോനും BJP NDAയിൽ ജോയിൻ ചെയ്ത് നല്ലതാണ്. അത് അവരുടെ പേഴ്സണൽ കാര്യം, ആർക്കും ക്വസ്റ്റ്യൻ ചെയ്യട്ടെ. എങ്കിലും കേരളത്തിലെ ജനങ്ങളെ ചൊടിപ്പിക്കരുത്. എൻ്റെ അറിവ് ശരിയാണ്, അപ്പനും മോനും ജനിക്കുന്നതിന് മുമ്പേ ദീപിക പത്രം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ മേലധ്യക്ഷന്മാരെ കുറിച്ചുള്ള വിടുവായിത്തരം പറയുന്നത് ഇനിയെങ്കിലും നിർത്തുക. ഇവിടെ താങ്കൾ ക്രിസ്ത്യാനി ഇരുന്നുകൊണ്ട് താങ്കൾ കൂടെ മാത്രമാണ് ഇത് നടക്കും എങ്കിലേ ഇവിടെ ഈ സഭ കാണത്തുള്ളൂ. ഇതൊന്നും അറിയണ്ട. നോർത്ത് ഇന്ത്യയിൽ സംഘപരിവാർ എന്തൊക്കെ കാട്ടിക്കൂട്ടിയെന്ന് നിങ്ങൾക്കെല്ലാം അറിയാം. എന്നിട്ട് എന്തോ വീമ്പിളൊക്കെയാണ് ഞങ്ങൾ അത് ചെയ്തത്. എന്താ അവിടെ ഒന്നും ചെയ്തില്ല. നിങ്ങൾക്കിവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ നിങ്ങൾക്കിവിടെ എന്തെങ്കിലും ആൾക്കാരുടെ കൊണ്ട് പ്രത്യക്ഷപ്പെടുത്താൻ അവിടെ പോയി നിങ്ങൾ എന്തെങ്കിലും ചെയ്യണം. അത് ചെയ്തേ പറ്റൂ. എന്നാൽ ഇതുവരെയായിട്ട് അവിടെ നടക്കുന്ന ഈ ക്രിസ്ത്യാനികൾക്കെതിരായി നടക്കുന്ന എന്തെങ്കിലും ഒരു സമാധാനം ഉണ്ടോ? ഇല്ല. കാര്യം മോദിക്കും അമിത്ഷായ്ക്കും അവിടുത്തെ ആൾക്കാരോട് ഒന്നും പറയാൻ പറ്റില്ല. അവരവിടെ വിചാരിക്കുന്നത്, കാരണം അവിടെ വിദ്യാഭ്യാസം ഇല്ലാത്തവരാണ്. അവരെ വിദ്യാഭ്യാസം ഇല്ലാത്തവരാക്കാനും അവർക്ക് ബുദ്ധികൾ വർക്ക് ചെയ്യാതിരിക്കാനുള്ള രീതിയിൽ എന്തൊക്കെയാണെന്ന് രാമവേഷവും ആ വേഷമൊക്കെ കാര്യം പേരും മതവും പറഞ്ഞ് അവർക്കവിടെ ജയിക്കണം, രാഷ്ട്രത്തിൽ ഇരിക്കണം. പിന്നെ അവരുടെ എന്താണെന്നുള്ള കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാതെ ഇവിടെ കേരളത്തിലുള്ള ജനങ്ങളെ വിഡിവേഷം കെട്ടി എന്തെങ്കിലും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് എന്തെങ്കിലും കാട്ടിക്കൂട്ടാമെന്ന് വിചാരിക്കുന്നത്. 10 വർഷം പിണറായിക്ക് കൊടുത്തു ഭരിക്കാൻ. അവസാനം 10ാമത്തെ വർഷം ഇപ്പോൾ എന്ത് സംഭവിച്ചെന്ന് ജനങ്ങൾക്ക് മനസ്സിലായി. അവരതിനെതിരായിട്ട് വിധി എഴുതുന്നു. ഇവിടെ BJP എന്ന് പറയുന്നത് ഒരു പ്രധാന ഘടകമല്ല. ഫ്യൂച്ചർ ആയിക്കൂടാതിരിക്കാം, അത് ജനങ്ങൾ തീരുമാനിച്ചോളും. പക്ഷെ എങ്കിലും ഇന്ന് നടത്തിയ രണ്ടുപേരുടെയും വിധിവായിത്തരം വളരെ മോശമായിപ്പോയി. നിങ്ങൾക്ക് മത നേതാക്കന്മാരെ വെല്ലുവിളിക്കുക ഒക്കെ ചെയ്യാം, പക്ഷേ സാധിച്ചാൽ ആ 2 ക്രിസ്ത്യാനികളുടെ പേരൊന്ന് മാറ്റി കുറിച്ച് മറ്റെന്തെങ്കിലും ഇഷ്ടമുള്ള പേരിലേക്ക് ആക്കുക, എന്നിട്ടൊരു പത്രപ്രസ്താവന നടത്തുക. അച്ഛൻ എന്തായിരുന്നാലും അത്ര കണ്ട് പ്രായമല്ല, എന്നെക്കാളും പ്രായം കുറവാണ്. പക്ഷേ ബോധം നശിച്ച രീതിയിലാണ് ഇപ്പോൾ ഓരോന്നും വിടുവായിത്തരം വിളിച്ചു പറയുന്നത്. എന്നാൽ
മകനെങ്കിൽ ഒന്ന് ചിന്തിക്കണ്ടേ? ചെറുപ്പക്കാരനല്ലേ? അച്ഛൻ്റെ അതേ പാതനെയാണ് മോൻ. ആ വിടുവായിത്തരം തന്നെയാണ് ഇപ്പോൾ മോനും പറയുന്നത്. നിങ്ങൾ BJPക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ആളാണെന്നറിയാം. അതുപോലെ കേരളത്തിലെ ജനങ്ങൾക്ക് നല്ലതുപോലെ അറിയാം. പിണറായി വിജയനും മോദി സർക്കാരിനും വേണ്ടി ഒരു മീഡിയേഷൻ വർക്ക് നടത്തുന്ന റോളാണ് അപ്പനും മോനും എടുക്കുന്നത്. അതും കേരളത്തിലുള്ള എല്ലാ ജനങ്ങൾക്കും അറിയാം. ജനങ്ങളെ വിഡ്ഢിയാക്കാൻ ശ്രമിക്കേണ്ട. ദീപിക പത്രത്തെ നിങ്ങൾ ഭാഷയും ദീപകപത്രത്തിൻ്റെ മാനേജ്മെൻറ്റും എങ്ങനെ നടത്തണമെന്ന് അത് സഭയ്ക്കറിയാം. അത് അവർ നടത്തിക്കോട്ടെ. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയല്ല ഈ സഭയും പ്രവർത്തനമൊക്കെ. ഇത് സ്വാതന്ത്ര്യത്തിന് മുമ്പേ ഈ മിഷണറി വർക്കുകളൊക്കെ ഇവിടെ നടന്നിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് കേരളത്തിലുള്ള ക്രിസ്ത്യാനികളുടെ ചരിത്രം അപ്പനും മോനും ഒന്ന് പഠിക്കുക. പഠിച്ചതിന് ശേഷം ആ മതത്തെക്കുറിച്ച് വിമർശിക്കുക. ഇനിയെങ്കിലും വിടുവായിത്തരം പറയരുത്. ബോധമില്ലാത്ത അപ്പന് ബുദ്ധി പറഞ്ഞു കൊടുക്കേണ്ടത് മോൻ്റെ കടമയാണ്. ഇത് എനിക്ക് പറയാനുള്ളൂ. കാണാം മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക് യു.